പ്രതീക്ഷകളോട് കൂട്ടുകൂടുക. നനച്ചിരിക്കാത്ത നേരത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചത് പടിവാതിൽക്കൽ വന്നു നിന്ന് തീർച്ചയായും നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. എത്ര വേദനിച്ചാലും, എത്ര കുറ്റപ്പെടുത്തിയാലും, എത്ര അപമാനിച്ചാലും ചില മനുഷ്യരെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല. അത് സ്നേഹമാണ്, നമ്മെ മനസ്സിലാക്കാത്ത ചിലരോടുള്ള നമ്മുടെ യഥാർത്ഥമായ സ്നേഹം. പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം വാഗ്ദാനങ്ങൾ നൽകുന്നതായിരിക്കും നല്ലത്. പറയുന്നത് പോലെ എളുപ്പമല്ല വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നത്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നേടാനുണ്ടെന്ന് തോന്നും. ഇല്ലാത്തവനിലേക്ക് നോക്കൂ, നിങ്ങൾ ഒരുപാട് നേടിയവരാണെന്ന് തോന്നും. നിങ്ങളുടെ അഭിലാഷങ്ങളെക്കുറിച്ച് താഴ്ത്തിപ്പറയുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരല്ല. വലിയ മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ നിങ്ങൾക്കും വലിയവരാകാൻ കഴിയും എന്ന തോന്നൽ നിങ്ങൾക്ക് നൽകാൻ സാധിക്കൂ. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവിനെ ഇല്ലാതെയാക്കും. ഭയത്തെ മറികടന്നാൽ മാത്രമേ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. നൽകുന്നതിലൂടെ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ് സ്നേഹം. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ കണ്ണീര് കാണാത്തവർ, നിങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്തവർ, നിങ്ങളുടെ വേദനകൾ അറിയാത്തവർ പക്ഷേ നിങ്ങളുടെ തെറ്റുകൾ മാത്രം വളരെ വേഗം കണ്ടെത്തും. അതാണ് ജീവിതം. കഴിവുകൾ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് വിജയിക്കുവാൻ കഴിയില്ല. അത് പ്രകടിപ്പിക്കുവാനുള്ള ധൈര്യവും ഉണ്ടായിരിക്കണം. എങ്കിൽ വിജയിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുവാൻ ആർക്കും കഴിയില്ല. വിവാഹിതയായ ഒരു സ്ത്രീ മക്കളോടുള്ള തൻ്റെ വാത്സല്യം കാരണമാണ് ഭർത്താവിനോട് അവർക്ക് വേണ്ടി വഴക്കിടുന്നത്. ഏറ്റവും ഇരുണ്ട മേഘങ്ങൾക്ക് പിന്നിലും സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ എത്ര കഠിന ഹൃദയം ഉള്ളവരായാലും അവരുടെ ഉള്ളിലും അന്തർലീനമായ നന്മയുടെ ചില കിരണങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്.